വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി NIOS SSLCയിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള മധ്യ ലോകം എന്നുള്ള അധ്യായത്തെക്കുറിച്ചാണ് നമുക്ക് ഇനി ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന വിവിധ സംസ്കാരങ്ങളെ കുറിച്ച് നാം കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ പ്രാചീന കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സംസ്കാരങ്ങൾ അവസാനിച്ചോ, അതോ ഈ പ്രാചീന സംസ്കാരങ്ങൾ തുല്യ പ്രാധാന്യമുള്ള മധ്യകാല സംസ്കാരങ്ങളാൽ പിന്തുടരപ്പെട്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്കിവിടെ കണ്ടെത്താം. ഈ പാഠത്തിൽ റോമ സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം യൂറോപ്യൻ സമൂഹത്തിന് വന്ന മാറ്റം എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഇസ്ലാം എന്ന പുതിയ മതത്തിന്റെ ഉത്ഭവം എങ്ങനെയാണ് പശ്ചിമേഷ്യയിൽ ഒരു സാമ്രാജ്യത്തിൽ ഇസ്ലാം മതം ആരംഭിച്ചതിനെ കുറിച്ചും അതെങ്ങനെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചുവെന്നും നമുക്കിവിടെ നോക്കാം. മധ്യകാലഘട്ടത്തിൽ ഹർഷന്റെ ഭരണകാലത്തിനു ശേഷം ഇന്ത്യയിൽ എന്ത് സംഭവിച്ചുവെന്നും ഇതോടൊപ്പം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മനുഷ്യ പരിണാമത്തിന്റെ ഒരു പ്രധാന കാലഘട്ടമായി മധ്യകാലത്തെ കാണാൻ റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം രാഷ്ട്രീയ രംഗത്ത് വന്ന മാറ്റങ്ങൾ വിവരിക്കുവാൻ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ അധ്യായം പഠിക്കുന്നത്. പശ്ചിമ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ രാഷ്ട്രീയ, സൈനിക, സാമൂഹിക, സാമ്പത്തിക വശങ്ങളെ വിശദീകരിക്കുവാനുള്ള കഴിവ് നേടുക എന്ന ഉദ്ദേശത്തോടു കൂടിയും അതുപോലെ പശ്ചിമേഷ്യയിൽ ഉണ്ടായ ഇസ്ലാം മതത്തിന്റെ വളർച്ചയും സാമൂഹ്യ രാഷ്ട്രീയ വികസനവും മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു അധ്യായം പഠിക്കുന്നത്. മധ്യകാല ഇന്ത്യയിലെ രാഷ്ട്രീയ ഘടനയുടെ പ്രത്യേകതകൾ അറിയുക എന്നും അതുപോലെ മധ്യകാല ഭരണത്തിന്റെ സമ്പദ്ഘടനയുടെ പ്രധാന പ്രത്യേകതകൾ മനസ്സിലാക്കുവാനും മധ്യകാല ഇന്ത്യയിലെ മതപരവും സാംസ്കാരികപരവുമായ ജീവിതം എങ്ങനെയാണ് ഒരു വിശേഷപ്പെട്ട പാരമ്പര്യത്തിന്റെ സംയോജനത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനുമാണ് നമ്മൾ ഈ ഒരു അധ്യായം പഠിക്കുന്നത്. അപ്പം ഈ രണ്ടാമത്തെ അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളും അതിലെ ഉത്തരങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് മധ്യകാല യൂറോപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാം. മധ്യകാലഘട്ടത്തെ മധ്യയുഗങ്ങളെന്നും വിളിക്കാറുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മധ്യകാലഘട്ടം എന്നത് പ്രാചീന കാലഘട്ടത്തിന് ശേഷവും ആധുനിക കാലഘട്ടത്തിന് മുമ്പും നിലനിന്നിരുന്നതാണ്. എന്നാൽ അത് വാസ്തവത്തിൽ രണ്ടു മഹത് കാലഘട്ടത്തിന് ശേഷം പെട്ടുപോയ, സ്വന്തമായി ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു കാലഘട്ടമാണോ? അല്ല. കാരണം അത് മാനവ പരിണാമ ചരിത്രത്തിലെ ഒരു പ്രധാന കാലഘട്ടമാണ്. ഇനി ഈ രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് മധ്യകാല യൂറോപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാം. മധ്യകാലഘട്ടത്തെ മധ്യയുഗങ്ങൾ എന്നും വിളിക്കാറുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ മധ്യകാലഘട്ടം എന്നത് പ്രാചീന കാലഘട്ടത്തിന് ശേഷവും ആധുനിക കാലഘട്ടത്തിന് മുമ്പും നിലനിന്നിരുന്നതാണ്. വാസ്തവത്തിൽ രണ്ട് മഹത് കാലഘട്ടത്തിന് ശേഷം സ്വന്തമായി ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു കാലമാണോ അത്? അല്ല. കാരണം അത് മാനവ പരിണാമ ചരിത്രത്തിലെ ഒരു പ്രധാന ഘട്ടം കൂടിയാണ്. അതുകൂടാതെ മധ്യകാലത്തുണ്ടായ നേട്ടങ്ങളും പ്രതാപങ്ങളും ആധുനികതയിലേക്കുള്ള സുപ്രധാന കാൽവെപ്പുകളുമായിരുന്നു മധ്യകാല യൂറോപ്പിൽ ഉണ്ടായിരുന്നത്. 17ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാരാണ് മധ്യകാലങ്ങൾ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും എല്ലാ എക്സാമുകളിലും ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ രണ്ടാമത്തെ അധ്യായത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറബ് സംസ്കാരത്തില് മക്ക ഔന്നത്യത്തിലേക്ക് ഉയരാനുള്ള കാരണങ്ങൾ ഏവ? അതായത് അറബ് സംസ്കാരത്തിലെ മക്ക എന്ന പ്രദേശം ഔന്നത്യത്തിലേക്ക് ഉയരാനുള്ള കാരണങ്ങളെ കുറിച്ച് എഴുതാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എല്ലാ എക്സാമുകളിലും ആവർത്തിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറബ് സംസ്കാരത്തിന്റെ സംഭാവനകൾ ദൃശ്യമാകുന്ന 5 മേഖലകളെ കുറിച്ച് എഴുതാനാണ്. അറബ് സംസ്കാരത്തിന്റെ സംഭാവനകൾ ദൃശ്യമാകുന്ന 5 മേഖലകളെ കുറിച്ച് എഴുതാനാണ്. ഇത്രയും കാര്യങ്ങളാണ്, ഈ 2 ക്വസ്റ്റ്യൻസുകളാണ് നമ്മുടെ എല്ലാ എക്സാമുകളിലും പലപ്പോഴായിട്ട് ആവർത്തിച്ച് വരാറുള്ളത്. കൂടുതൽ അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റിയ ലൈവ് ക്ലാസ്സുകളും സ്വന്തം ആപ്പിലൂടെയുള്ള
ക്ലാസ്സുകളും എക്സാം ഓറിയന്റഡ് ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അഡ്മിഷൻ ഉറപ്പുവരുത്തണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ടു ഓൾ.